എടാ, നിങ്ങൾ ഈ വർഷം ഒരു സേ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥിയായി നിർബന്ധമായും ഈ വീഡിയോ അവസാനം വരെ കാണാം. നമുക്ക് എങ്ങനെ സേ എക്സാം പാസ്സായി എടുക്കാം. എക്സാമിന്റെ മുന്നേ നിങ്ങൾ ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്നു. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു 90% നിങ്ങൾ എക്സാം രക്ഷപ്പെട്ടു. ഒന്നാമത്തെ പരിപാടി, ഫോക്കസ് ഓൺലി ഓൺ വീക്ക് സബ്ജക്ട്. ഡോണ്ട് സ്റ്റഡി എവറിത്തിങ് ഫ്രം സ്ക്രാച്ച്. നിങ്ങൾ ആദ്യം മുതൽ പഠിക്കാനേ ശ്രമിക്കരുത്. ഇത് നമുക്ക് ഏറ്റവും എല്ലാ കാര്യങ്ങളും പഠിച്ച് നമ്മൾ A+ വാങ്ങുന്ന എക്സാം അല്ല, ഇത് സേ എക്സാം ആണ്. നമ്മൾ തോറ്റുപോയ വിഷയം നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതുകൊണ്ട് സ്ക്രാച്ച് മൊത്തം ഒന്നും ഇല്ലായ്മ നിങ്ങൾ തുടങ്ങാതെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി പഠിക്കുക. അതുപോലെ എന്താണ്, അനലൈസ് യുവർ പ്രീവിയസ് എക്സാം ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഓരോ ചാപ്റ്റേഴ്സും എത്രയാണ് മാർക്ക് ചോദിക്കുന്നത്. ചിലപ്പം ഫസ്റ്റ് ചാപ്റ്റർ 5 മാർക്കിന്റെ ചോദ്യം ആകെ ചോദിക്കുകയുള്ളൂ. ഇത് നമ്മൾ 2-3 ദിവസത്തെ പഠിക്കേണ്ട ആവശ്യമില്ല. ചില ചാപ്റ്ററിന് 9 മാർക്ക് ചോദിക്കും. അപ്പോൾ ആ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ആ രീതിയിൽ ഓരോ ചാപ്റ്ററിനെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ടഫ്നെസ് നോക്കി പഠിക്കാം. അപ്പോൾ ഞാൻ വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ 1, 2, 3, 4, 5 ചാപ്റ്ററിൻ്റെ ആയിരിക്കും. ഓക്കെ, ഇതൊന്നും ചോദിക്കുന്ന മാർക്ക് 4 ആണ്, ഇതൊന്നും ചോദിക്കുന്ന മാർക്ക് 6 ആണ്, ഇതിന് ചോദിക്കുന്ന മാർക്ക് 9 ആണ്, ഇതിന് ചോദിക്കുന്ന മാർക്ക് 5 ആണ്, ഇത് 6 മാർക്ക് ചോദിക്കുന്നതായിരിക്കാം. പക്ഷെ ഇതിൽ ഏറ്റവും ടഫ് ചാപ്റ്റർ ആണ് 3ാമത്തെ ചാപ്റ്റർ. പക്ഷെ 9 മാർക്ക് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ടഫാണെങ്കിൽ അത് പഠിക്കരുത്. പഠിക്കേ വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 2 ചാപ്റ്റർ ഈസിയുള്ള ചാപ്റ്റേഴ്സ് ഇത് പഠിച്ചെങ്കിൽ 10 മാർക്ക് അവിടെ കിട്ടി. ഇതും അതുപോലെ തന്നെ ഈസിയുള്ള ചാപ്റ്റർ 11 മാർക്ക് അവിടെ കിട്ടി. ആണ് നിങ്ങൾ അപ്പം മാർക്ക് മാത്രം നോക്കാതെ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസിയുള്ള ചാപ്റ്റർ ഏത്, അങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. റെഡി? അടുത്ത പരിപാടി, ഫോളോ പാസ്റ്റ് 5 ഇയർ ക്വസ്റ്റ്യൻ പാറ്റേൺ. 5 വർഷത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും 5 വർഷത്തെ ഇല്ലെങ്കിലും ഒരു 3 വർഷത്തെ മിനിമം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കാം. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഈ ഓരോ ചാപ്റ്റേഴ്സും ചോദിക്കുന്ന, നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ ചാപ്റ്റർ നമ്പർ ചെയ്ത് 1ാമത്തെ ചാപ്റ്റർ 2, 3, 4, എന്നിട്ട് ഏതൊക്കെയാണ് 1ാമത്തെ ചാപ്റ്ററിന് ചോദിച്ച ചോദ്യങ്ങൾ, ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഏതൊക്കെയാണ് സെക്കൻഡ്, ഏതൊക്കെയാണ് തേർഡ്, ഏതൊക്കെയാണ് ഫോർത്ത്, ഏതൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാം ഈ ചോദ്യം 1, 2, 3, 4, 5 ചോദ്യങ്ങൾ ചോദിച്ചു വിചാരിക്കാം. 1ാമത്തെ ചോദ്യം ചിലപ്പോൾ സെയിം ചോദ്യം അടുത്ത വർഷം ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, ഇതേ ചോദ്യം ചിലപ്പം ഈ 5ാമത്തെ വർഷം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഈ ചോദ്യം എന്തായാലും പഠിച്ചിരിക്കുന്ന ചോദ്യമാണെന്ന ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ വൈസ് ചോദിക്കാം ക്വസ്റ്റ്യനും അതിൻ്റെ മാർക്കും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഓരോ ചാപ്റ്റേഴ്സും ഞാൻ എങ്ങനെ പഠിക്കണം എന്നുള്ള കൃത്യമായ ഐഡിയ അവിടെ കിട്ടും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ജയിക്കുന്ന കാര്യം ഉറപ്പാണ്. ഈ ഒരു പരിപാടി നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 100% ജയിക്കും, ഒരു സംശയമില്ല. അടുത്ത്, യൂസ് ഷോർട്ട് നോട്ട്സ് ആൻഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അടുത്തെന്താ, യൂസ് ഷോർട്ട് നോട്ട്സ് ആൻഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിക്കുന്ന കാര്യത്തെ കൃത്യമായി ഓർത്ത് വെക്കാൻ ഒരു ചെറിയ ഷോർട്ട്, നിങ്ങൾ തുണ്ടുണ്ടാക്കില്ല നിങ്ങളൊക്കെ, ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല. ആ രീതിയിൽ നമ്മൾ പഠിച്ച കാര്യത്തെ ചെറുതായിട്ട്, ഫസ്റ്റ് ചാപ്റ്റർ ആണെങ്കിൽ ഈ ടോപ്പിക് ഞാൻ പഠിച്ചു, ഇമ്പോർട്ടൻസ് ഓഫ് ഡാഷ്, ആ രീതിയിൽ ഒരു 4-5 പോയിന്റ് ആക്കിയിട്ട് അതിനെ നിങ്ങൾ ഓർത്ത് വെക്കാൻ എളുപ്പത്തിൽ, അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ ആ ചാപ്റ്റർ മൊത്തം നിങ്ങൾ പഠിച്ച കാര്യത്തിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കും. ആ രീതിയിൽ ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ തയ്യാറാക്കി വെക്കുക. അടുത്ത പരിപാടിയാണ് സ്റ്റഡി ഫ്രം മലയാളം ഓർ ഇംഗ്ലീഷ്. നിങ്ങൾ ഏത് ഭാഷയിലാണ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. ചില ആളുകൾ എന്ത് ചെയ്യും, മലയാളത്തിൽ നന്നായി വായിച്ചു പഠിക്കും, എന്നിട്ട് വിചാരിക്കും ഇംഗ്ലീഷിലാണ് ഞാൻ എക്സാം, എനിക്ക് കണ്ടന്റ് കിട്ടാൻ വേണ്ടി ഞാൻ മലയാളത്തിൽ വായിച്ചു പഠിക്കുകയാണ്. നിങ്ങൾ മലയാളത്തിൽ വായിച്ച് പഠിച്ചാൽ ഒരിക്കലും ഇംഗ്ലീഷിൽ അത് കൺവേർട്ട് ചെയ്താൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഭാഷയിലാണോ പരീക്ഷ എഴുതുക, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട്, ഏത് ഭാഷയിൽ എഴുതിയാലോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുക, അത് നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ ചുമ്മാ എക്സാം സ്റ്റൈൽ ഞാൻ ഇംഗ്ലീഷ് എഴുതാണോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ എഴുതിയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുക, നിങ്ങൾ എവിടെയാണ് കോൺഫിഡൻസ്, ആ സബ്ജക്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. അത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളമാണെങ്കിലും. അടുത്ത്, ഡോണ്ട് വേസ്റ്റ് ടൈം ഓൺ ടഫ് ക്വസ്റ്റ്യൻ. ടഫ് ക്വസ്റ്റ്യൻ്റെ മേലെ ഇരിക്കേ ചെയ്യരുത്. അത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നത് മാത്രം എടുക്കുക. അറിയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി നന്നായി പഠിക്കാൻ ശ്രമിക്കുക. ഇത് എനിക്കറിയാലോ, അത് സ്കിപ്പ് ചെയ്യരുത് ആ ഭാഗം. ചിലപ്പോൾ ഒരു ചോദ്യം ഉണ്ട്, ആ ചോദ്യം ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാപ്റ്റർ വൈസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമായിരിക്കാം. അത് നിങ്ങൾ ഒന്നുകൂടി പഠിച്ച കാര്യത്തെ ഞാൻ കംപ്ലീറ്റ് പഠിച്ചു നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പാക്കുക. റെഡി? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ആൻഡ് ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയമില്ല, അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എജുപോർട്ടിൻ്റെ നമ്മുടെ സേൻ്റെ ബാച്ച് നടന്നുകൊടുക്കും. നമുക്ക് സേ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ എനിക്ക് ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ ഡീറ്റെയിൽസ് ഞാൻ അയച്ചിരുന്നതാണ്. അപ്പോൾ നിർബന്ധം നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ വരുത്തി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, ഈ ഒരു സാന്ദർഭികം ഞാൻ പറയട്ടെ, ഇത് നമ്മുടെ ഒരു ലാസ്റ്റ് ചാൻസ് ആയിട്ട് നിങ്ങൾ ഇതിന് എടുക്കണം. ഇത് ചുമ്മാ എന്താണ് ഒരു എക്സാം പോലെയല്ല നിങ്ങൾ എക്സാമിനെ കണക്കാക്കരുത്. നിങ്ങൾ മനസ്സിൽ ജസ്റ്റ് ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ പല ഫ്രണ്ട്സും അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമല്ല, അടുത്ത നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം അലോട്ട്മെൻ്റ് ഒക്കെ പലതും വിളിച്ചു തുടങ്ങി. അവരെന്ത് ചെയ്യും, അവർ കോളേജിൽ പഠിക്കാൻ വേണ്ടി പോവാം. നിങ്ങളിപ്പോഴും എക്സാം പോലും എഴുതാതെ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പുതിയ ബാഗും പുതിയ വസ്ത്രവും പുതിയ ബൈക്ക് കൊടുത്തിട്ടാണ് ചിലപ്പോൾ അവർ പുതിയ കോളേജിലേക്ക് അവർ പോവാം.
നിങ്ങൾക്കും പോകണ്ടേ, നിങ്ങൾക്കും പഠിക്കണ്ടേ, നിങ്ങൾക്കും നിങ്ങളുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണ്ടേ, നിങ്ങളുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യണ്ടേ. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ നിങ്ങളുടെ ലൈഫിന് ഇവിടെ നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടാനാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു 60% ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആയി പോകും. സോ ഡോണ്ട് ഡു ദ. ഒരുപാട് ലൈഫിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാനുള്ളതാണ്. ഒരുപാട് വഴിയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി കാണാനുള്ളതാണ്, പലതിനെയും അഭിമുഖീകരിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ തളർന്നു പോകാൻ വേണ്ടി പാടില്ല. സോ എല്ലാവർക്കും ദി ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായി പഠിക്കുക. സോ നിങ്ങളുടെ അവസാന ചാൻസ് ആണ് എന്ന രീതി തന്നെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാം റിലേറ്റഡ് ഡൗട്ടോ കാര്യങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഐ വിൽ റിപ്ലൈ യു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണാനെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി നിർബന്ധമായി നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരണം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിഹാൽ സാർ, താങ്ക് യു. ബൈ.